നേരെ BTSൻ്റെ പോപ്പപ്പ് സ്റ്റോറാണ് ഗൈസ്. പെട്ടെന്നാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത്. Hello guys, welcome back to my YouTube channel. So let's get straight to the video. Finally നമുക്ക് BTSൻ്റെ ടിക്കറ്റ് കിട്ടി ഗൈസ്. ആൻഡ് നമ്മൾ റെഡിയായി. റെഡിയായി നമ്മൾ BTSൻ്റെ കൺസേർട്ടിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് 9:30 ഇവിടുന്ന് ട്രെയിനില്ല, ബസ് കയറണം. ലണ്ടനിലാണ്. സോ ദിസ് ഈസ് ഐ വിൽ ഷോ യു. ഇത് അവരുടെ ഒരു കൊറിയൻ നോട്ടാണിത്. നോട്ട് ആൻഡ് ഇതാണ് BTSൻ്റെ പുതിയ ആൽബത്തിൻ്റെ എന്താ പറയുക, ആൽബം അരിറാങ്, അതിൻ്റെ ഡിസൈനാണ്. ആൻഡ് ഐ ഹാഡ് എ നോട്ട് ഓൺ മൈ പാൻസ്. അത് പോവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എക്സ്ട്രാ പിന്ന് വെച്ച് കുത്തി വെക്കണം, ബിക്കോസ് എനിക്കത് ലോസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ദിസ് ഈസ് അവർ ഔട്ട്ഫിറ്റ്. ആൻഡ് നമുക്ക് വേറൊരു എക്സ്ട്രാ ടീഷർട്ടും കൂടെ ഉണ്ട്, BTSൻ്റെ ഫോട്ടോ ഉള്ള ഒരു ടീഷർട്ട്. ഇത് ഞാൻ കൂടെ എടുക്കുന്നുണ്ട്, എങ്ങനെ എനിക്ക് അവിടെ കയറുമ്പോൾ ഇടാൻ തോന്നിയാൽ ലെറ്റ്സ് പുട്ട് ഇറ്റ്. സോ നമുക്ക് ഇറങ്ങാം. സോ നമുക്ക് കൺസേർട്ടിന് കൊണ്ടുപോകാനുള്ള ബാഗ് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തു വെച്ചത് BTSൻ്റെ ആർമി ബോംബാണ്. വേണം നമ്മുടെ കുട്ടി ക്യാമറ, എയർപോർട്സ്, പവർ ബാങ്ക്, ദെൻ 2 ബിസ്ക്കറ്റ്. എങ്ങാനും എനിക്ക് വഴിയിൽ വിശന്നാലോ. കണ്ണട വേണം, കാരണം അവിടെ എത്തുന്നത് വരെ കണ്ണ് കാണണമല്ലോ. പിന്നെ നമ്മുടെ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റ് ലിപ്സ് ഗ്ലോസ്. ലിപ്സ്റ്റിക് അല്ല, ലിപ് ഗ്ലോസ് ആണ്. ചാർജർ. ഫോൺ നമുക്ക് ബസ്സിലിരിക്കുമ്പോൾ നമുക്ക് ഐഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഒരു അഡാപ്റ്ററുള്ള ചാർജർ വേണം. USB ഉള്ള ചാർജർ വേണം. സോ അത് നമ്മുടെ ഫോൺ, ഓഫ് കോഴ്സ്. ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്, ബിക്കോസ് വണ്ടിയിലിരിക്കുമ്പോൾ എങ്ങാനും വെയിലാണെങ്കിൽ കിടന്നുറങ്ങാലോ. തല വെച്ചിട്ടങ്ങ് നേരെ. സോ അതിൻ്റെ ഒരു ക്യാപ്പ്. നമ്മൾ ഊബറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. സോ ഇൻ 2 minutes നമ്മുടെ ഊബർ ഇവിടെ എത്തും. ലെറ്റ്സ് വെയിറ്റ്. നമ്മൾ ബസ് സ്റ്റോപ്പ് എത്തി ഗൈസ്. ഇവിടുത്തെ ഇൻ്റർചേഞ്ച് എത്തി. മെഡോവോൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതായിരുന്നു. സോ എനിക്ക് അവിടെ നിന്ന് ഊബർ എടുത്ത് ഇവിടം വരെ വരേണ്ടി വന്നു. ബസ് എത്തിയിട്ടില്ല. നമ്മൾ ഓൾറെഡി 30 minutes ഏർലിയാണ്. നമുക്കിനി വെയിറ്റ് ചെയ്യാം. നമ്മൾ ബസ്സിൽ കയറി. ഇനി നമുക്ക് ലണ്ടൻ എത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മൾ ലണ്ടൻ വിക്ടോറിയ എത്തി. ഇനി നമുക്ക് വിക്ടോറിയയിൽ നിന്ന് അണ്ടർഗ്രൗണ്ട് പിടിച്ച് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം ഗൈസ്. നല്ല രീതിയിൽ വിശക്കുന്നു. ഇപ്പം സമയം ഏകദേശം 2:15 ഉച്ചയ്ക്ക്. സോ നമുക്ക് വേഗം പോയി ഫുഡ് കഴിക്കാം. സോ അവിടെ എത്തിയിട്ട് കാണാം. As usual, London is very busy, guys. നമ്മൾ ചൈന ടൗണിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ചൈന ടൗണിലാണ് BTSൻ്റെ ഫുഡ് ഉള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് ദാറ്റ്. ക്യൂ ആണ് എൻ്റെ ഉള്ളിൽ കയറാൻ. ലെറ്റ്സ് സീ.
നമ്മൾ ബൺഷിക്കിന്ന് ഫുഡ് വാങ്ങി. പക്ഷേ നമ്മൾ ടേക്ക് അവേ ആണ് എടുത്തത്, കാരണം നല്ല തിരക്കായിരുന്നു. കുഞ്ഞു കടയായിരുന്നു, സോ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല. ഇനി നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കട്ടെ. നമ്മൾ ഫുഡായിട്ട് ഇവിടെ സൈഡിൽ വന്നിരുന്നു ഗൈസ്. ഞാൻ ഒരു ഗാർഡൻ തപ്പിയാണ് പോയത്, പക്ഷെ അവിടെ വരെ നടക്കാൻ നല്ല മഴ. ഇതാണ് നമ്മുടെ മെയിൻ ഡിഷ്. ലെറ്റ്സ് ഹാവ് ഇറ്റ്. It's good. കോണ്ടോഗ് അടിപൊളിയായിരുന്നു ഗൈസ്. ഇത് അവരുടെ ഒരു പീച്ച് ജ്യൂസ് ആണ്. ലെറ്റ്സ് ട്രൈ ദിസ്. ചിയേഴ്സ്. കൊള്ളാം ഗൈസ്. സാധാരണ ഒരു പീച്ചിൻ്റെ ജ്യൂസ് വെള്ളം കളിക്കാൻ പോലെ കുഴപ്പമില്ല. നേരെ BTSന്റെ പോപ്പപ്പ് സ്റ്റോറാണ് ഗൈസ്. പക്ഷെ BTSന്റെ പോപ്പപ്പ് സ്റ്റോർ കയറണമായിരുന്നെങ്കിൽ നേരത്തെ വിവേഴ്സിൽ ബുക്ക് ചെയ്യണമായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ ടൈം സ്ലോട്ട് നോക്കിയപ്പോൾ ഇനി 6 മണി തൊട്ടേ ടൈം സ്ലോട്ട് ഉള്ളൂ. സോ നമുക്ക് അതുവരെ നിൽക്കാൻ സമയമില്ല. അത് കാരണം കയറാൻ പറ്റൂല. ബട്ട് പുറത്തുനിന്ന് കാണാം. ഇറ്റ്സ് വെരി നൈസ്. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂല. സോ നമുക്ക് നേരെ അണ്ടർഗ്രൗണ്ട് ട്യൂബിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് സ്റ്റേഡിയത്തിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഇനി നേരെ സ്റ്റേഡിയം. ലെറ്റ്സ് ഗോ. ഞാൻ പോണ വഴിക്ക് ഒരു തണുത്ത കോഫി കുടിക്കാൻ കോസ്റ്റേ കയറി. ബിക്കോസ് നല്ല വെയിൽ, ദാഹിച്ചിട്ട് വയ്യായിരുന്നു. സോ കോഫി. ആൻഡ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത് ഒരു ബിഗ് സ്റ്റോറി ഉണ്ട് ഗൈസ്. ബിഗ് സ്റ്റോറി. എങ്ങനെ എനിക്ക് BTSന്റെ ടിക്കറ്റ് കിട്ടിയെന്നറിയണ്ടേ. ഞാനിവിടെ നിന്ന് കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു 600 വന്നതാ ഈ ഒരു സാധനം തന്നു. ഇതൊരു കൊറിയൻ നോട്ടാണ്. ഈ സെയിം സാധനം ഞാൻ എൻ്റെ പാൻ്റെ തൂക്കിയിട്ടിരിക്കുന്നത്, ഇതിൻ്റെ വലുത്. അതിന് 2 ചോക്ലേറ്റ്. ഞാൻ ആക്ച്വലി ടിക്കറ്റ് കിട്ടുമ്പോൾ എനിക്ക് നാട്ടിൽ വാവേൻ്റെ കൂടെ കൺസേർട്ടിന് പോവുകയാണെങ്കിൽ എനിക്ക് ഇതേപോലെ ആർമീസിന് കൊടുക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് പെട്ടെന്ന് ടിക്കറ്റ് കിട്ടിയത് കാരണം എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സോ ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ടൈം. അപ്പം നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം, സ്റ്റേഡിയത്തിലേക്ക് നടക്കാം. ലെറ്റ്സ് ഗോ. സോ ആക്ച്വലി BTSന്റെ ടിക്കറ്റ് കിട്ടുന്നത് എനിക്ക് സാറ്റർഡേ മോർണിംഗ് 2 o'clock പെട്ടെന്നാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു. പോകാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ തോണ്ടുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരു പുള്ളിക്കാരിയുടെ റീൽസ് ഞാൻ കണ്ടു. ആ റീലിനകത്ത് പുള്ളിക്കാരി ഒരു വെബ്സൈറ്റ് പറഞ്ഞു. ആ വെബ്സൈറ്റിനകത്തുനിന്ന് പുള്ളിക്കാരിക്ക് റീസെയിൽ ടിക്കറ്റ് കിട്ടി എന്നും പറഞ്ഞിട്ട്, ചെക്ക് ഇറ്റ് ഔട്ട് എന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ. പെട്ടെന്ന് ഞാൻ ആ വെബ്സൈറ്റ് കയറി നോക്കി, എനിക്ക് ടിക്കറ്റ് കിട്ടി. പക്ഷേ ആ ടിക്കറ്റ് സൺഡേ മോർണിംഗ് എനിക്ക് അവർ അയച്ചു തരും എന്നാണ് പറഞ്ഞത്. അയക്കുന്നതിന് മുന്നേ അവരെനിക്ക് മെയിൽ അയച്ചു, വേറെ ആ ടിക്കറ്റ് തരാൻ പറ്റൂല, വേറൊരു ടിക്കറ്റ് തരാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആദ്യം എടുത്ത ടിക്കറ്റ് കുറച്ച് ഫ്രണ്ടിലായിരുന്നു. രണ്ടാമത് അവർ ഓഫർ ചെയ്ത ടിക്കറ്റ് കുറേ ബാക്കിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആ ടിക്കറ്റ് ക്യാൻസലായി. പിന്നെ അങ്ങനെ വിഷമത്തിലിരിക്കുകയാണ്. ഭാഗ്യത്തിൽ റീഫണ്ട് കിട്ടി. ഞാൻ റീഫണ്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ള പേടിയിലായിരുന്നു. ബട്ട് റീഫണ്ട് കിട്ടി. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു പോകാൻ പറ്റൂല എന്ന് തോന്നുന്നു, കാരണം ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് വെറുതെ ഞാൻ ChatGPT അടുത്ത് വേറൊരു വെബ്സൈറ്റ് ഉണ്ടോ എന്ന് അവരൊക്കെയത്. അങ്ങനെ ChatGPT വേറൊരു വെബ്സൈറ്റ് പറഞ്ഞു തന്നു, ഒരു ഫാൻ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് പറഞ്ഞു തന്നു. അങ്ങനെ ആ വെബ്സൈറ്റിൽ നിന്ന് എനിക്ക് ടിക്കറ്റ് കിട്ടി. എനിക്ക് തൊട്ടടുത്ത ദിവസം പുള്ളിക്കാരി ടിക്കറ്റ് അയച്ചു തന്നു. ഇനി ആ ടിക്കറ്റ് വർക്കാവണേ എന്ന് മാത്രമുണ്ട് പ്രാർത്ഥന.
ലെറ്റ്സ് സീ. റീസെൽ ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ കയറുന്നത് വരെ എനിക്കൊരു സമാധാനം ഇല്ല ഗൈസ്. ആൻഡ് ടിക്കറ്റ് എത്ര രൂപയായെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ടിക്കറ്റിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ സ്റ്റേഡിയം എത്തിയിട്ട് പറയാം ഗൈസ്. ഞാൻ സ്റ്റേഡിയത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എനിക്ക് വഴി അറിഞ്ഞൂടാ. പിന്നെ എല്ലാ ആർമീസും ഒരു വഴിക്ക് നടക്കുന്ന കാരണം ഞാൻ അവരുടെ പുറകെ നടക്കുകയാണ്. ലെറ്റ്സ് ഗോ. ഒരു ചെങ്കൂട്ടും സുഖയില്ലേ പോകുന്നു. ഞാൻ രാവിലെ കാണിച്ചു തന്ന ടീഷർട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ബാഗിനകത്ത് സ്ഥലം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അതിൻ്റെ തന്നെ ഒരു വെള്ള ഉണ്ടായിരുന്നു. ഞാൻ BTSൻ്റെ ലൈവ് കാണാൻ പോയപ്പോൾ ഇട്ടിരുന്ന ഒരു വൈറ്റ് ടീഷർട്ട് ഉണ്ടായിരുന്നു. അതെങ്കിലും ഇട്ടിട്ട് വന്നാൽ മതിയായിരുന്നു. ബട്ട് അത് ഞാൻ മറന്നുപോയി. പിന്നെ ബ്ലാക്ക് എടുക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. സാരില്ല, നോ വറീസ്. നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ എൻട്രൻസ് എത്തി ഗൈസ്. Guys, pick up your banners for the concert here in the box. നമുക്ക് കൺസേർട്ടിനുള്ള ബാനർ കിട്ടി ഗൈസ്. ഇവിടെ ആർമി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. We are not army without you. And I can't believe I'm going inside. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ BTSൻ്റെ കൺസേർട്ട് അറ്റൻഡ് ചെയ്യാൻ പോവാണെന്ന്. എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറാതെ എനിക്ക് വിശ്വാസം വരില്ല ഗൈസ്. ടിക്കറ്റ് വർക്കാവുമായിരിക്കൂലേ, റീസെയിലായോണ്ടേ പേടി. ലെറ്റ്സ് ഗോ.